ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: വക്രതയും കാപട്യവുമുള്ള തലമുറയിൽ ജീവിക്കുന്ന നിർമ്മലരായ ദൈവമക്കൾ എന്ന നിലയിൽ നിങ്ങൾ പരമാർത്ഥികളും നിഷ്കളങ്കരുമായി ജീവിക്കേണ്ടതിന് എല്ലാ കാര്യവും പെറുപെറുപ്പും ഭിന്നതയും കൂടാതെ ചെയ്തുകൊണ്ടിരിക്കണം. ലോകത്തിൽ അവരുടെ മധ്യേ നിങ്ങൾ പ്രകാശഗോളങ്ങൾ പോലെ കാണപ്പെടണം എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അന്ധകാരം നിറഞ്ഞ സാഹചര്യത്തിൽ പ്രകാശം പരത്തേണ്ട കർത്തവ്യമാണ് ഇവിടെ അനുസ്മരിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യാതെ പോയാൽ അന്ധകാരത്തിൻ്റെ ശക്തി കഠിനമായിരിക്കും. അക്കാര്യമാണല്ലോ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യത്തിൽ പ്രസ്താവിക്കുന്നതും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും എന്ന്. ഒരു അന്ധൻ തൻ്റെ സ്നേഹിതനെ കാണുവാനായിട്ട് പോയി തിരികെ പോരുവാൻ നേരം വൈകിയപ്പോൾ ആ സ്നേഹിതൻ അയാൾക്ക് ഒരു മെഴുകുതിരി കത്തിച്ചു കൊടുത്തു. ആശ്ചര്യപ്പെട്ട് അയാൾ ചോദിച്ചു, എനിക്ക് എന്തിനാണ് ഈ മെഴുകുതിരി? എനിക്ക് കാഴ്ചയില്ലല്ലോ, രാത്രിയും പകലും തിരിച്ചറിയുവാൻ കഴിയാത്ത എനിക്ക് തിരിയുടെ ആവശ്യമില്ല. കൂട്ടുകാർ പറഞ്ഞു, അതല്ല, താങ്കൾ തിരിയും തെളിച്ചു പോയാൽ മറ്റുള്ളവർ താങ്കളെ വന്നു മുട്ടുകയില്ല, അവർക്ക് താങ്കളെ കാണുവാനായിട്ട് സാധിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ ആ തിരി കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അന്ധൻ യാത്ര തുടർന്നു. കുറേ ദൂരം ചെന്നപ്പോൾ ഒരാൾ അയാൾക്കെതിരെ വന്നു. രണ്ടുപേരും തമ്മിൽ കൂട്ടിയിടിച്ചു. അയാൾ അന്ധനോട് തട്ടിക്കയറി, നിങ്ങൾക്ക് വഴി നോക്കി നടക്കുവാൻ പാടില്ലേ, എന്തുവാ കണ്ണ് കാണുവാൻ പാടില്ലേ എന്നെല്ലാം ചോദിച്ച് അന്ധനോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അന്ധൻ അയാളോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ മെഴുകുതിരി കത്തിച്ചു പിടിച്ചിട്ടുള്ളത് താങ്കൾ കണ്ടില്ലേ? താങ്കൾക്ക് അത് നോക്കി മാറി നടക്കാമായിരുന്നില്ലേ എന്ന്. തട്ടിക്കയറിയ മനുഷ്യൻ ശാന്തനായി പറഞ്ഞു, ക്ഷമിക്കൂ സുഹൃത്തെ, താങ്കളുടെ കയ്യിലെ മെഴുകുതിരി കെട്ടുപോയിരുന്നു. അന്ധൻ ക്ഷമാപണം നടത്തി. തിരികെട്ടുപോയത് തിരിച്ചറിയുവാൻ കഴിയാത്ത തൻ്റെ അവസ്ഥ വെളിപ്പെടുത്തിയപ്പോൾ മറ്റേയാൾക്ക് സഹതാപം തോന്നി. ഇന്നുള്ള നമ്മിൽ പലർക്കും പറ്റിയിരിക്കുന്ന അബദ്ധം ഇതാണ്. ഒരു കാലത്ത് പ്രകാശം കയ്യിലുണ്ടായിരുന്നു, അത് കെട്ടുപോയ കഥ അവർ തിരിച്ചറിയാതെ ഇന്നും പ്രകാശ ഗോപുരങ്ങളാണെന്ന് ഭാവിച്ച് മുന്നേറുകയാണ്. രാഷ്ട്രീയ മണ്ഡലത്തിലായാലും സാമൂഹിക മണ്ഡലത്തിലായാലും എല്ലാറ്റിലും ഉപരി ആത്മീയ മണ്ഡലത്തിലായാലും ഇത്തരക്കാർ അനേകരാണ്. അങ്ങനെയുള്ളവരെ പറ്റിയാണ് യേശു ക്രിസ്തു പറയുന്നത്, നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്രയോ വലുത് എന്ന്. വലിയ ആദർശങ്ങളും തത്വങ്ങളും എല്ലാം തട്ടിവിടും, മുമ്പെങ്ങോ ഉണ്ടായിരുന്ന വലിമയുടെ പൊലിമയിൽ മുന്നേറുകയും ചെയ്യും. പക്ഷേ അടുത്ത് പെരുമാറുന്നവർ വേഗം തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്, പൊലിഞ്ഞ ദീപമാണ് കയ്യിലുള്ളത് എന്ന്. സ്വയം വെളിച്ചമുള്ളവരായി മറ്റുള്ളവർക്ക് വെളിച്ചം പകരലാണ് നമ്മുടെ കർത്തവ്യം. യെരുശലേമിൽ ഉയർപ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ശ്രദ്ധേയമായൊരു ചടങ്ങുണ്ട്. ഉയർപ്പിൻ്റെ പുലരിയിൽ ക്രിസ്തുവിൻ്റെ കബറിടത്തിൽ കത്തി നിൽക്കുന്ന നിലവിളക്കിൽ നിന്ന് പുരോഹിതൻ തിരികത്തിച്ച് പുറത്തു നിൽക്കുന്ന വിശ്വാസികൾക്ക് പകരുന്നു. അവർ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന വിധത്തിൽ അവരുടെ തിരികൾ കത്തിക്കുന്നു. അന്തരീക്ഷം മുഴുവൻ അങ്ങനെ പ്രസരമായി മാറുന്നു. ലോകത്തിൻ്റെ വെളിച്ചമാവുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് വെളിച്ചം പകരുന്ന ശ്രേഷ്ഠ ദൗത്യം അനുസ്മരിക്കുന്ന ഒരു ചടങ്ങാണ് ഇത്. മറ്റ് എന്ത് വസ്തുക്കളും പകർത്തു കൊടുക്കുമ്പോൾ ദാതാവ് ദരിദ്രനാകുന്നു. എന്നാൽ പ്രകാശം അങ്ങനെയല്ലല്ലോ. അതുപോലെ ഒരു വിളക്കിൽ നിന്ന് മറ്റു വിളക്കിലേക്ക് പ്രകാശം പകർത്തിയാലും ആദ്യത്തെ വിളക്കിൻ്റെ പ്രഭയ്ക്ക് ലോപം ഉണ്ടാകുന്നില്ല. അറിവ്, നന്മ, സ്നേഹം എന്നിവയൊക്കെ വെളിച്ചം പോലെ തന്നെയാണ്. മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറവ് വരുന്നില്ല. പ്രത്യുത ദാനം കൊണ്ട് നമ്മുടെ മനസ്സും ആത്മാവും പുഷ്ടി പ്രാപിക്കുകയും ചെയ്യുന്നു. സത്യസന്ധവും ആത്മാർത്ഥത നിറഞ്ഞതുമാണ് നമ്മുടെ ജീവിതമെങ്കിൽ മറ്റുള്ളവർക്ക് അത് അംഗീകരിക്കാം. ചിലപ്പോൾ അല്പം വൈകിയെന്ന് വരാം. പെരുമ്പറയോ കുഴൽവിളികളോ ഒന്നും ആവശ്യമില്ല. പ്ലാസ്റ്റിക് പുഷ്പവും യഥാർത്ഥ പുഷ്പവും ഏതെന്ന് വണ്ടുകൾ നിഷ്പ്രയാസം തിരിച്ചറിയുന്നു. അത്തരം പുഷ്പങ്ങൾ ഇടകലർത്തി വച്ചാലും പ്ലാസ്റ്റിക് പൂക്കളെ വണ്ടുകൾ തിരിഞ്ഞു നോക്കുക പോലുമില്ലല്ലോ. എന്നതുപോലെ തന്നെ സത്യസന്ധവും നിഷ്കളങ്കവുമായ ജീവിതം മറ്റുള്ളവർ തിരിച്ചറിയുന്നു, അവരുടെ പ്രകാശത്തിൽ ആനന്ദം കൈവരിക്കുന്നു. നമ്മുടെ എല്ലാം ജീവിതം വെളിച്ചം പ്രകാശിക്കുവാൻ തക്കവണ്ണം പ്രകാശപൂരിതങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഏവർക്കും ശുഭകരമായ ഒരു ആഴ്ച നേരുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും